ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു MEMMAS കിച്ചൺ. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് പഴം ചേർത്തുള്ള ഉണ്ണിയപ്പമാണ്. ഉണ്ണിയപ്പം തയ്യാറാക്കാൻ വേണ്ടി നമ്മൾ 250 ഗ്രാം പച്ചരി 3 മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്തെടുത്തതാണ്. ഇനി പച്ചരി നമുക്ക് അരച്ചെടുക്കണം. ശർക്കരയും പഴവും ചേർത്താണ് നമ്മൾ അരച്ചെടുക്കുന്നത്. അപ്പം നമുക്ക് ശർക്കര ആദ്യം ഒന്ന് ഉരുക്കിയെടുക്കാം. 100 ഗ്രാം ശർക്കര 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് തിളപ്പിക്കാം. ശർക്കര തിളച്ച് പാനിയായിട്ടുണ്ട്. ഇനി ഇതൊന്ന് തണുക്കാൻ വേണ്ടി മാറ്റി വയ്ക്കാം. തണുത്ത് കഴിഞ്ഞ് ശർക്കര നമുക്ക് അരിച്ചൊഴിച്ച് എടുക്കാം. ഇനി വേണ്ടത് ചെറുപഴമാണ്. 250 ഗ്രാം പഴം ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി എല്ലാം അരച്ചെടുക്കാം. ആദ്യം മിക്സിയുടെ ജാറിലേക്ക് പച്ചരി ഇട്ട് കൊടുക്കാം. പിന്നെ പഴം ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് അരിച്ചു വെച്ചിരിക്കുന്ന ശർക്കര പാനി കൂടി ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കാം. അരച്ചെടുത്തത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഏലക്കയും ജീരകവും പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. പിന്നെ 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർക്കാം. ഇനി നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ട് 6 മണിക്കൂർ മാറ്റി വയ്ക്കാം. 6 മണിക്കൂർ കഴിഞ്ഞ് മാവ് റെഡിയായിട്ടുണ്ട്. ഇനി നമുക്ക് ഉണ്ണിയപ്പത്തിൽ ചേർക്കാനുള്ള തേങ്ങാക്കൊത്ത് വറുത്തെടുക്കാം. അതിനു വേണ്ടി ഒരു പാൻ അടുപ്പിൽ വെച്ച് ആദ്യം കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കണം. പിന്നെ ചെറുതായിട്ട് അരിഞ്ഞെടുത്ത കുറച്ച് തേങ്ങാക്കൊത്ത് ചേർത്ത് വറുത്തെടുക്കാം. ബ്രൗൺ കളറിലേക്കാകുമ്പോൾ ഫ്ലെയിം നമുക്ക് ഓഫ് ചെയ്യാം. ഇനി ഇത് ഉണ്ണിയപ്പത്തിൻ്റെ മാവിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഉണ്ണിയപ്പത്തിൻ്റെ ചട്ടി അടുപ്പിൽ വെച്ച് ചൂടാകുമ്പോൾ എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഓരോ കുഴിയിലും നിറച്ച് എണ്ണ ഒഴിക്കാവുന്നതാണ്. എണ്ണ നന്നായിട്ട് ചൂടാകുമ്പോൾ ഓരോ സ്പൂൺ വീതം മാവ് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഉണ്ണിയപ്പച്ചട്ടി ഇല്ല എങ്കിൽ ചീനിച്ചട്ടിയിലേക്ക് എണ്ണ ഒഴിച്ചിട്ട് മാവ് ഓരോ സ്പൂൺ വീതം കോരി ഒഴിച്ചു കൊടുത്താൽ മതി. ഉണ്ണിയപ്പത്തിൻ്റെ ഷേപ്പിൽ കിട്ടില്ലെന്നേ ഉള്ളൂ, പക്ഷേ നല്ല ടേസ്റ്റായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇനി നമുക്ക് ഒരു പപ്പടം കുത്തിക്കൊണ്ട് ഉണ്ണിയപ്പം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കണം. ഇപ്പോൾ ഉണ്ണിയപ്പം 2 വശവും വെന്ത് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ബാക്കി ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ വേണ്ടി വേറെ എണ്ണയൊന്നും നമ്മൾ ഒഴിച്ചു കൊടുക്കണ്ട. ഈ എണ്ണയിലേക്ക് തന്നെ മാവ് ഒഴിച്ചു കൊടുത്താൽ മതി.
ഇപ്പം നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഉണ്ണിയപ്പം റെഡിയായി കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. നോട്ടിഫിക്കേഷൻസ് ലഭിക്കാൻ ബെൽ ബട്ടണും ക്ലിക്ക് ചെയ്യണം. കമൻസ് അറിയിക്കാൻ മറക്കരുത്. അടുത്ത ദിവസം മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ ഗുഡ് ബൈ.